നമ്മുടെ ചക്കക്കാലമൊക്കെ തീരാറായല്ലേ? അപ്പോൾ ചക്കക്കാലം തീരുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ ഇവിടുത്തെ ചക്കയൊക്കെ തീർന്നു കേട്ടോ. ഇതിപ്പം എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. നമ്മൾ പീനട്ട് ബട്ടറിൻ്റെയൊക്കെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണേ. അപ്പോൾ അതേ നമുക്കിന്ന് ചൂട് ചക്കപ്പുഴുക്കും നല്ല അടിപൊളി മീൻകറി ആട്ടോ. അപ്പോൾ ഈ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. നമ്മളിത് നല്ല കുക്കറിൽ നല്ല അടിപൊളി ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ഇത്ര എളുപ്പത്തിൽ ഇനി ആർക്കും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടൊരു ചക്കപ്പുഴുക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മൾ ചക്കയെല്ലാം നന്നായിട്ട് വെട്ടി അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് കുരുവെല്ലാം മാറ്റി നല്ല ക്ലീനാക്കി എടുക്കാവേ. നമ്മളിവിടെ ചക്കക്കുരു ഒന്നും കളയത്തില്ല കേട്ടോ. അത് നമ്മൾ ചക്കക്കുരു മാങ്ങായും ആയിട്ടുള്ള ചാറുകറി വെക്കുവേ. അതിൻ്റെ റെസിപ്പി വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം, മേളിൽ ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മുമ്പേ പറഞ്ഞ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ തോരനും മെഴുക്ക് വരട്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഇപ്പം നമ്മൾ ചക്കച്ചുളയെല്ലാം നല്ല ക്ലീനാക്കി കുരു മാറ്റി നമുക്ക് വേണ്ട സൈസിന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടാട്ടോ നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ അരിയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വേണ്ടത്രയും ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടൊരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാവേ. അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ചല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിന് കാന്താരിമുളകും, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണേ. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവുമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരപ്പിനൊപ്പം ജീരകമോ കുരുമുളകോ ചേർത്ത് കൊടുക്കാവേ. പക്ഷേ ഇവിടെ നമ്മളത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ അരപ്പിനകത്ത് ഇത്ര ഇൻഗ്രീഡിയൻസേ നമ്മൾ ചേർക്കാറുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചക്ക എല്ലാം കൂടി നമ്മൾക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കുക്കർ നിറഞ്ഞു കഴിയുമ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചാണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. പാകത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവേ. നമ്മളിപ്പോൾ കുക്കറിൽ ഏറ്റവും എളുപ്പത്തിൽ ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് കൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് നമ്മളിടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവേ. 2 വിസിൽ മതിയാകും നമ്മുടെ കുക്കർ ചക്കപ്പുഴുക്കിന്. അപ്പോൾ ഇതാ നല്ല ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കേട്ടോ, ആവി പറക്കുന്ന നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ കൂട്ടും എല്ലാം നല്ല ചക്കയുടെ പീസസിലെല്ലാം നല്ല രീതിയിലാകുന്ന പോലെ നന്നായിട്ട് ഒരു തടിയുടെ തവി കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല അടിപൊളി ചൂടാവി പറക്കുന്ന ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയിലേക്ക് ഇത് സെർവ് ചെയ്യാവേ. ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരാ ഉള്ളതല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് ഈ ചക്കപ്പുഴുക്കൊന്ന് തയ്യാറാക്കി നോക്കണേ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. നമ്മുടെ ചൂട് ചക്കപ്പുഴുക്കിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മീൻകറിയും കൂടി ഒഴിക്കുന്നുണ്ട്. അടിപൊളിയാണ് ഈ കോമ്പിനേഷന്. നിങ്ങൾക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചക്കപ്പുഴുക്കാണോ അതോ കപ്പപ്പുഴുക്കാണോ ഇഷ്ടം എന്നും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കപ്പപ്പുഴുക്കിൻ്റെയും മീൻകറിയുടെയും റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അതിനകത്ത് നമ്മളൊരു അടിപൊളി മീൻകറിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്ക സീസണൊക്കെ തീരാറായല്ലേ? അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.